നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. മോദി കെയർ കമ്പനിയുടെ ID ടെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക അറിയിപ്പ് ഇന്നലെ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അതിൽ നമുക്ക് അല്പം ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 6 മാസമായിട്ട് യാതൊരുവിധ ബില്ലിങ്ങും നടത്താത്ത ആൾക്കാരുടെ ID ജൂൺ 1 മുതൽ ഇനാക്റ്റീവ് ആകും എന്നായിരുന്നു കമ്പനി നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കമ്പനി അതിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആശ്വാസം എന്ന് സൂചിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, കമ്പനി 1 മാസത്തേക്കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് യാതൊരുവിധ ബില്ലിങ്ങും നടത്താത്ത ആൾക്കാരുടെ ID ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ 1 ഇനാക്റ്റീവ് ആവും. അതാണ് കമ്പനിയുടെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനി 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഇനി മുതൽ ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ഓഫ് ഇനാക്റ്റീവ് IDs അതായിരിക്കും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ഒരു അറിയിപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ആയിരിക്കും. 6 മാസമായിട്ട് ഒരു ബില്ലിങ്ങും നടത്താത്ത ആൾക്കാരുടെ ID ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റഡ് ആവും. രണ്ടാമത്തെ കാര്യം കമ്പനി പറയുന്നത്, ID ഇനാക്റ്റീവ് ആകാതിരിക്കാൻ നിങ്ങൾ 3 മാസം കൊണ്ട് കുമുലേറ്റീവായിട്ട് ഏറ്റവും കുറഞ്ഞത് 50 PV എങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ID ടെർമിനേറ്റഡ് ആകാതെ ഇരിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മാസം കൊണ്ട് 50 PV ചെയ്തിട്ട് വീണ്ടും ബില്ല് ചെയ്യാതെ ഇരിക്കരുത്. നമ്മൾ തുടർന്ന് ബിസിനസ്സിലേക്ക് ആക്റ്റീവ് ആവുക. അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനാക്റ്റീവ് ആയി കിടക്കുന്ന IDകളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് അവർ ബിസിനസ്സിൽ വളരെ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു ഓഫർ കൂടി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം കമ്പനി പറഞ്ഞിരിക്കുന്നത്, റീ രജിസ്ട്രേഷൻ. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ID ടെർമിനേറ്റഡ് ആയി പോകുകയാണെങ്കിൽ, അതായത് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ID ടെർമിനേറ്റഡ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ റീ രജിസ്ട്രേഷൻ ഉള്ളൊരു അവസരവും കമ്പനി തരുന്നുണ്ട്. അതിന് കമ്പനി ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്, ഡയറക്ടർ റാങ്കിന് താഴെയുള്ള ആൾക്കാർക്ക് 6 മാസം കഴിയുമ്പോൾ അവർക്ക് റീ രജിസ്ട്രേഷൻ നടത്താം. ടെർമിനേഷൻ ആയ ഡേറ്റ് മുതൽ 6 മാസം, അതിനുശേഷം അവർക്ക് റീ രജിസ്ട്രേഷൻ നടത്താം. ഡയറക്ടറോ അതിനു മുകളിലേക്കുള്ള റാങ്കിലുള്ള ആൾക്കാർക്ക്, ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ എന്തെങ്കിലും കാരണവശാൽ ID ഇനാക്റ്റീവായി പോവുകയാണെന്നുണ്ടെങ്കിൽ 12 മാസങ്ങൾക്ക് ശേഷം, ടെർമിനേഷൻ ഡേറ്റ് മുതൽ 12 മാസങ്ങൾക്ക് ശേഷം അവർക്ക് മോദി കെയറിൽ റീ രജിസ്ട്രേഷൻ ചെയ്ത് ബിസിനസ് പുനരാരംഭിക്കാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ മോദി കെയറിലേക്ക് കടന്നു വന്നത് വെറുതെ ഒരു ID എടുത്ത് കാഴ്ചക്കാരായിട്ടിരിക്കാൻ വേണ്ടിയല്ല. ബിസിനസ് ചെയ്ത് ഇതിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും അത് നേടിയെടുക്കാനും അത് അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മോദി കെയറിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ID ടെർമിനേഷൻ അല്ല നമ്മുടെ ഉദ്ദേശം. പകരം ഒരു ആക്റ്റീവ് IDയിലൂടെ ബിസിനസ് ചെയ്ത് വലിയ വലിയ നേട്ടങ്ങൾ നേടുക എന്നുള്ളതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, രാംദാസ്. താങ്ക് യു.